സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് 2 ഗുണ്ടകളെയാണ്. ഇവര് ഏതോ ഒരു പയ്യന്റെ കയ്യിൽ നിന്ന് പൈസ പിരിക്കാനായിട്ട് ഇപ്പൊ ഇറങ്ങിയിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഒരു പാരാമെഡിക് ആയിട്ടുള്ള നമ്മുടെ മോയി എന്ന് പറയുന്ന പെൺകുട്ടിയെയാണ്. ഒരു ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് നിന്ന് ബോഡിയും കാര്യങ്ങളൊക്കെ നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മോയും സംഘവും. ഇതേ സമയം മറ്റൊരിടത്ത് കുറച്ച് പയ്യന്മാരും കുറച്ച് ഗേൾസ് ഒക്കെ കൂടി ചേർന്നിട്ട് എന്തൊക്കെയോ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ആ 2 ഗുണ്ടകൾ അങ്ങോട്ടേക്ക് വന്നിട്ട് ഈ പയ്യൻ നല്ല രീതിയിൽ പഞ്ഞിക്കിടുന്നുണ്ട്. അത് തടയാനായിട്ട് വന്ന ആ പയ്യന്റെ ഗേൾഫ്രണ്ടിനിട്ടും നല്ലെണ്ണം പൊട്ടിക്കുന്നു. അതിനുശേഷം പൈസ ചോദിച്ചിട്ട് ഇവർ രണ്ടുപേരും കാറിൽ കയറ്റിയിട്ട് ഇപ്പോൾ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ കാറിന് ഗ്ലാസ്സിൽ ഒരുത്തൻ വന്ന് മുട്ടുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ എന്താ ഇവിടെ നിർത്തിയിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ 2 ഗുണ്ടകളിൽ ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല പേടിയാവുന്നുണ്ട്. കാരണം ഇപ്പോൾ വന്നിരിക്കുന്നത് സാധാരണക്കാരനല്ല, നമ്മൾ പ്രേതങ്ങളെ പേടിച്ച കുഴപ്പമില്ല, പക്ഷെ ഇവന്മാരുടെ അടുത്തേക്ക് പോകാൻ പോലും പാടില്ല എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. ഈ കാറിന് ഗ്ലാസ്സിൽ വന്ന് മുട്ടിയിട്ടുണ്ടായിരുന്ന ആൾ അപ്പം തന്നെ കാറും എടുത്ത് പോകുന്നുണ്ട്. പോകുന്ന പോക്കിൽ ഒരു പെണ്ണിനെ ആ ഒരു സ്ട്രീറ്റിൽ നിന്ന് പുള്ളിക്കാരൻ കാറിൽ കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. ആരാ അത് എന്നൊക്കെ ഈ ഒരു ഗുണ്ടയുടെ അടുത്ത് മറ്റേ ഗുണ്ട ചോദിക്കുന്നുണ്ട്. അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, അവന്മാരുടെ കയ്യിലൊന്നും ചെന്ന് പെട്ടേക്കരുത്. ഇവരങ്ങനെ നേരെ ചെല്ലുന്നത് ഇവരിപ്പോൾ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്ന ആ ഒരു പയ്യനും പെണ്ണുണ്ടല്ലോ അവരുടെ അപ്പാർട്ട്മെന്റിലേക്കാണ്. അവിടെ പോയിട്ട് അപ്പാർട്ട്മെന്റ് തിരഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പൈസ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഇവർ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ ബലമായിട്ട് അപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോയിട്ട് ഇവരുടെ റൂമിൽ നിന്ന് കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ കിട്ടി. മാത്രമല്ല കുറച്ച് ഡ്രഗ്സ് ഉണ്ടായിരുന്നു, അതൊക്കെ ഇവർ കൈക്കലാക്കി. ശേഷം ഇവർ അവിടെ നിന്ന് പോകുമ്പോൾ ഈ അപ്പാർട്ട്മെന്റിൽ ഒരു റൂം മാത്രം ഇങ്ങനെ വെളിച്ചം കാണുന്നുണ്ട്. അപ്പൊ ഈ 2 ചെക്കനും പെണ്ണും പറഞ്ഞ് അവിടേക്ക് പോകരുത്, അവിടെ പ്രേതമുണ്ട്, അവിടെ ഏതോ ഒരു പെൺകുട്ടി മരിച്ചതാണ്, അങ്ങോട്ടേക്ക് പോകണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ 2 ഗുണ്ടകൾക്കും അങ്ങോട്ട് തന്നെ പോകണം, നിങ്ങൾ ഫ്രണ്ടിൽ നടക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ആ ലിഫ്റ്റിൽ കയറിയിട്ട് ആ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ മൊത്തം നോക്കിയപ്പോൾ യാതൊരുവിധ സൗണ്ടോ അല്ലെങ്കിൽ പ്രേതങ്ങളോ ഒന്നും തന്നെ ഇവർക്ക് കാണാനായിട്ട് കഴിഞ്ഞില്ല. ഓ, ഇതാണ് നിങ്ങൾ പറഞ്ഞ പ്രേതങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇവർ നേരെ തിരിച്ച് താഴോട്ട് തന്നെ പോകാനായിട്ട് നിൽക്കുമ്പോൾ ഈ ഒരു ലിഫ്റ്റ് അടയുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവരൊരു കാഴ്ച കണ്ടു. അങ്ങ് അകലെയായിട്ട് ഒരു വയസ്സായ സ്ത്രീയുടെ പ്രേതം ഇവർക്ക് നേരെ വരുന്നു. ഇതോട് കൂടിയിട്ട് ഗുണ്ടകൾക്കും ഇപ്പൊ പേടിയായി. അവർ പെട്ടെന്ന് തന്നെ ലിഫ്റ്റിന്റെ ഡോറൊക്കെ ക്ലോസ് ചെയ്തിട്ട് അടുത്ത നിലയിലേക്ക് എത്തി. അടുത്ത നിലയിലെത്തിയപ്പോഴും താനെ ലിഫ്റ്റിന്റെ ഡോർ തുറന്നു. അതേപോലെ തന്നെ വേറൊരു പ്രേതം ഇവരുടെ നേരെ വരികയാണ്. ഇവരാണെന്നുണ്ടെങ്കിൽ പേടിച്ച് കരയാനായിട്ട് തുടങ്ങി. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങണം എന്നും പറഞ്ഞുകൊണ്ട് അടുത്ത ആ ഒരു നില എത്തിയപ്പോൾ ഇവരങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. സ്റ്റെയർകേസ് വഴി താഴേക്ക് ഇറങ്ങാന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ആ ഒരു പ്രേതങ്ങളാണെന്നുണ്ടെങ്കിൽ ഇവരെ പിന്തുടർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ മൂത്ത ഗുണ്ട, അതായത് അത്യാവശ്യം സ്മാർട്ടായിട്ടുള്ള ഒരു ഗുണ്ടയാണെന്നുണ്ടെങ്കിൽ ഇവരെ 3 പേരും പുറത്താക്കിയിട്ട് അവൻ ഒറ്റയ്ക്ക് ഓടാനായിട്ട് തുടങ്ങി. അതോടുകൂടിയിട്ട് ഈ ഒരു പ്രേതങ്ങൾ വന്നിട്ട് ബാക്കിയുള്ള ആ 3 പേര്, ആ ചെക്കനെയും പെണ്ണിനെയും പിന്നെ ഈ ഗുണ്ടയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹായിനെ എടുത്തിട്ട് സ്റ്റെയർ കേസിന്റെ താഴേക്ക് എറിഞ്ഞു കളഞ്ഞു. അതോടുകൂടിയിട്ട് അവരുടെ കഥ കഴിഞ്ഞു. ഇപ്പം നമ്മുടെ മെയിൻ ഗുണ്ട മാത്രമാണ് ജീവിച്ചിരിക്കുന്നത്. അവനിപ്പോൾ ഒരു ബാത്റൂമിലേക്ക് കയറിയപ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു പെൺകുട്ടി തൂങ്ങിയ നിലയിലുണ്ടായിരുന്നു. അത് മരിച്ചിട്ടുണ്ട്. അത് പ്രേതമായിട്ട് വന്നിട്ട് അവനെ പിടിക്കാനായിട്ട് നോക്കുന്നു. ഈ ഒരു പെൺകുട്ടിയുടെ പ്രേതം മാത്രമല്ല അവിടെ ഉണ്ടായിരുന്നത്, ഒരുപാട് പ്രേതം വന്നിട്ട് നമ്മുടെ ഈ ഒരു ഗുണ്ടാമാമനെ ഇങ്ങനെ ആക്രമിക്കാനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവനാണെങ്കിൽ പേടിച്ച് കരയാനായിട്ട് തുടങ്ങി. പാൻറിൽ ഇപ്പം മുള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വെറുതെ പറഞ്ഞതാണ്, എനിക്ക് നല്ല പേടിയുണ്ട് എന്നൊക്കെ പറയുമ്പോഴേക്കും ഈ ഒരു പ്രേതങ്ങളൊക്കെ തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ആ ഒരു പാരാമെഡിക് ടീമിനെയാണ്. മോയി ആണെന്നുണ്ടെങ്കിൽ തന്റെ ആദ്യത്തെ ദിവസമാണ് ഇന്ന് ഈ ഒരു ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്നത്. അവൾ എല്ലാവരെയും പരിചയപ്പെട്ടു. ഇപ്പൊ ഇവർ ചെയ്യുന്ന സംഭവം മറ്റൊന്നുമല്ല, നേരത്തെ ഒരു ആക്സിഡന്റ് സീനൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ മരണപ്പെട്ട് കിടന്നിരുന്ന ആൾക്കാരുടെയൊക്കെ മൃതദേഹങ്ങൾ ഇപ്പോൾ ഒരു നേരെ മോർച്ചറിയിലേക്ക് കൊണ്ടുപോവാണ്. മോയുടെ കൂടെ ഇരിക്കുന്ന ആ 2 പേരുണ്ടല്ലോ, അവന്മാരാണെന്നുണ്ടെങ്കിൽ മരിച്ചു കിടക്കുന്ന ആ ഒരു ഡെഡ് ബോഡിനെ നോക്കിയിട്ട് ഇപ്പൊ കളിയൊക്കെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. മോയ്ക്കാണെന്നുണ്ടെങ്കിൽ അതത്ര ഇഷ്ടപ്പെട്ടില്ല. ഇവരങ്ങനെ ആ ഒരു മോർച്ചറിയിൽ ഡെഡ് ബോഡിയൊക്കെ ഏൽപ്പിച്ചതിന് ശേഷം റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മോയി ആണെന്നുണ്ടെങ്കിൽ അവളുടെ വീട്ടിലേക്ക് വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മോയുടെ സംസാരമൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്നത് അവൾ കണ്ടു. ആ ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മോയുടെ അടുത്ത് ഒരു ഹെൽപ്പ് ചോദിക്കുന്നു. എന്നിട്ട് അവളുടെ ജീവിതത്തിൽ നടന്ന കുറച്ച് കാര്യങ്ങളൊക്കെ മോയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഈ ഒരു പെൺകുട്ടി കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ ഒരു പെൺകുട്ടിയെയും അവളുടെ ക്ലാസ്സിലുള്ള മറ്റു കുട്ടികളെയും സീനിയർ വിദ്യാർത്ഥികൾ വന്നിട്ട് റാങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് തടയാനായിട്ട് ഈ ഒരു പെൺകുട്ടി ശ്രമിക്കുകയും ഈ സീനിയേഴ്സ് പിള്ളേരെല്ലാം കൂടി ചേർന്നിട്ട് ഇപ്പോൾ ഈ പെൺകുട്ടീനെ ഒരു ലിഫ്റ്റിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ആ ഒരു ലിഫ്റ്റിലേക്ക് അവൾക്ക് കയറാനായിട്ട് കഴിയുമോ, അവിടെ പ്രേതം ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ ഒരു പെൺകുട്ടി ഇങ്ങനെ ആ ലിഫ്റ്റിലേക്ക് നോക്കി നിൽക്കുന്ന ആ സമയത്ത് തന്നെ പുറകിൽ നിന്ന് ഈ ഒരു സീനിയർ വിദ്യാർത്ഥി വന്നിട്ട് ഈ ഒരു പെൺകുട്ടിനെ തള്ളി ആ ഒരു ലിഫ്റ്റിലേക്ക് ഇടുകയാണ്. ഇവൾക്കാണെന്നുണ്ടെങ്കിൽ പേടിയാവാൻ തുടങ്ങി. മാത്രമല്ല ആ ഒരു ലിഫ്റ്റിൽ നിന്നപ്പോൾ തന്നെ ഒരുപാട് രക്തത്തുള്ളികളൊക്കെ ഈ ഒരു പെൺകുട്ടിയുടെ കണ്ണിലേക്കും അതുപോലെ തന്നെ ദേഹത്തേക്കൊക്കെ തെറിക്കാനായിട്ട് തുടങ്ങി. ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ തന്നെ പെൺകുട്ടിയുടെ മനോനില തെറ്റുകയും അവൾ അവിടെ ബോധം കെട്ട് പോവുകയും ചെയ്യുകയാണ്. പിന്നീട് അവൾ കണ്ണു തുറന്നു നോക്കുമ്പോൾ അവളുടെ ക്ലാസ് ടീച്ചർ തൊട്ടടുത്ത് ഇരിപ്പുണ്ട്. മാത്രമല്ല ചുറ്റിലും വിദ്യാർത്ഥികളുണ്ട്. ആ കൂട്ടത്തിൽ ഇവരുടെ തന്നെ യൂണിഫോം ഇട്ട ഒരു ആൺകുട്ടിയെ അവൾ കണ്ടു. യഥാർത്ഥത്തിൽ മറ്റാർക്കും കാണാൻ കഴിയാത്ത ഒരു പ്രേതമായിരുന്നു ആ ഒരു ആൺകുട്ടി. ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ മോയുടെ അടുത്ത് ഈ പെൺകുട്ടി പറഞ്ഞപ്പോൾ തന്നെ മോയ്ക്ക് വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ ഇരിക്കുകയാണ് അവള്. വീണ്ടും ഈ ഒരു പെൺകുട്ടി
നമ്മുടെ മൊയുടെ അടുത്ത് അവളുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ പറയുകയാണ്. ആ ഒരു സംഭവത്തിന് ശേഷം സീനിയർ വിദ്യാർത്ഥികളൊക്കെ വന്നിട്ട് ഈ ഒരു പെൺകുട്ടിയോട് സോറിയൊക്കെ പറയുന്നുണ്ട്. ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഈ പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ നേരെ സ്റ്റെയർ കേസിന്റെ അടുത്ത് കൂടെയാണ് പോകുന്നത്. അല്ലെങ്കിൽ വേണ്ട, ലിഫ്റ്റിൽ പോകാന്ന് വിചാരിച്ചിട്ട് അവൾ തിരികെ ലിഫ്റ്റിൽ കയറാനായിട്ട് നിൽക്കുമ്പോൾ രണ്ട് കുട്ടികൾ ആ ലിഫ്റ്റിലുണ്ടായിരുന്നു. പക്ഷെ അവർ ബുക്ക് എന്തോ മറന്നു വെച്ചു എന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും ക്ലാസ്സിലേക്ക് പോയപ്പോൾ നമ്മുടെ ഈ ഒരു പെൺകുട്ടി മാത്രം ആ ഒരു ലിഫ്റ്റിൽ പെട്ടു പോവാണ്. തൊട്ടടുത്ത നിമിഷം ആ ലിഫ്റ്റ് നിറയെ ചോരപ്പാടുകളും ഒരുപാട് കുട്ടികൾ അവിടെ മരിച്ചു കിടക്കുന്നതൊക്കെ നമ്മുടെ ഈ ഒരു പെൺകുട്ടിക്ക് കാണാനായിട്ട് സാധിക്കുകയാണ്. പണ്ടെങ്ങോ നടന്ന കാര്യങ്ങൾ ഇപ്പൊ അവള് നേരിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് പട്ടാളക്കാരും സോൾജേഴ്സ് ഒക്കെ വന്നിട്ട് ഈ ഒരു സ്കൂളിലുള്ള കുട്ടികളെ തുരുതുര വെടിവെക്കുന്നുണ്ട്. അതിനിടയിൽ പെട്ടിട്ട് ഒരുപാട് പേര് മരിച്ചു പോകുന്നുണ്ട്. അവരുടെയൊക്കെ പ്രേതം ഇപ്പോഴും ആ ഒരു ലിഫ്റ്റിൽ തന്നെ ഉണ്ട് എന്ന് ഇപ്പൊ മോയുടെ അടുത്ത് ആ പെൺകുട്ടി പറയുന്നു. ഇതെല്ലാം കേട്ട് മോയി ആകെ കിളി പോയി നിൽക്കുകയാണ്. അപ്പൊ ശരി, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഈ പെൺകുട്ടി അങ്ങനെ നടന്നകന്നു. മോയി ആണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ അവളുടെ കോവർക്കേഴ്സിന്റെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട്. ഈ കഥയൊക്കെ കേട്ട് അവരും ആകെ അന്തം വിട്ട് കിളി പോയി നിൽക്കുകയാണ്. സിറ്റിയിൽ പലയിടത്തും ഇതുപോലുള്ള കഥകൾ ഇപ്പൊ കേൾക്കുന്നുണ്ട്. ചിലപ്പോൾ സത്യമായിരിക്കാം, നമ്മൾ അതിന്റെ പിന്നാലെ ഒന്നും പോകണ്ട എന്നാണ് എല്ലാരും പറയുന്നത്. മറുവശത്ത് നേരത്തെ കാണിച്ച ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അവള് എപ്പോഴും കാണുന്ന ആ ഒരു പ്രേതമുണ്ടല്ലോ, ആ ഒരു പയ്യൻ, അവനിപ്പോ പണ്ട് അവന് നഷ്ടമായിട്ടുണ്ടായിരുന്ന ആ ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നു. അവർ തമ്മിൽ കെട്ടിപ്പിടിക്കുന്നു. ഇവർക്ക് മൂന്നുപേർക്കും സന്തോഷമാവുന്നു. പിന്നീട് കാണിക്കുന്നത് ഒരു പല്ല് ഡോക്ടറെയാണ്. ഒരു ലേഡിക്ക് ട്രീറ്റ്മെന്റ് നൽകിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ഡോക്ടർ വന്നിട്ട് പുള്ളിക്കാരനെ മോർച്ചറിയിലേക്ക് കൊണ്ടുപോയിട്ട് കത്തിക്കരിഞ്ഞ ഒരു മൃതദേഹത്തിന്റെ പല്ലെടുക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ഇയാളാണെന്നുണ്ടെങ്കിൽ ആകെ പേടിച്ച് വിറച്ച് അത് എടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അവിടെ കിടന്നിരുന്ന എല്ലാ ഡെഡ് ബോഡീസും എഴുന്നേറ്റ് വന്ന് അവനെ ഉപദ്രവിക്കാനായിട്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഇവൻ ഞെട്ടി എഴുന്നേറ്റിട്ട് കരച്ചിലോട് കരച്ചിൽ നോക്കുമ്പോൾ അവൻ ക്ലാസ്സിലിരിക്കുന്ന ഒരു വിദ്യാർത്ഥി മാത്രമായിരുന്നു. ബാക്കിയുള്ള എല്ലാ സ്റ്റുഡൻസും അവനെ കളിയാക്കി ചിരിക്കുകയാണ്. ആർട്ടെന്നാണ് ഈ പയ്യന്റെ പേര്. ധൈര്യവാനായിട്ടുള്ള യുവാവാണ്. പക്ഷെ എന്താണ് ഇപ്പൊ ഇങ്ങനെ കണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ മെഡിക്കൽ സ്റ്റുഡന്റ് ആയതുകൊണ്ട് തന്നെ ഒരു ദിവസം മുഴുവനായിട്ട് മോർച്ചറിയിൽ ഇവർക്ക് ഡ്യൂട്ടി ഇട്ട് കൊടുക്കും. അതായത് അയാൾ മാത്രമേ അവിടെ ഡ്യൂട്ടിക്കായിട്ട് ഉണ്ടാവുള്ളൂ. പിന്നെ അറിയാലോ, മോർച്ചറിയിൽ ശവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അവന്റെ മനസ്സിൽ ഇതിങ്ങനെ കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ അവൻ ഇടയ്ക്കിടയ്ക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇവർക്ക് ഈ ഒരു ഡ്യൂട്ടി അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള ദിവസങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഡ്യൂട്ടിയിൽ നിന്ന് പുറത്ത് ചാടാനായിട്ട് അവൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും അത് കമ്പൽസറി ആയതുകൊണ്ട് ലാസ്റ്റ് ഇവൻ അതിന് പോകാനായിട്ട് തീരുമാനിക്കുന്നു. പ്രേതങ്ങളൊന്നും അടുത്തോട്ട് വരാതിരിക്കാനായിട്ടുള്ള ഒരു അമ്യൂലറ്റ് തന്നെ അവൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ദിവസം വാഷ് ബേസിനിലേക്ക് വീണിട്ടുണ്ടായിരുന്നു. അവനത് എടുക്കാനായിട്ട് നോക്കിയെങ്കിലും ലോക്കറ്റ് മാത്രം കിട്ടിയില്ല. ഓ എന്റെ ഈശ്വര, എന്നെ എന്തായാലും പ്രേതം പിടിക്കും. അങ്ങനെ ആ ഒരു മഹാസുദിനം വന്നെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇന്നത്തെ ദിവസം ഡ്യൂട്ടിക്ക് നമ്മുടെ ആർട്ടാണുള്ളത്, അതും മോർച്ചറിയിൽ. അവൻ പരമാവധി എല്ലാവരെയും ഫോണിലൊക്കെ വിളിച്ച് നല്ല എൻഗേജ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു ഏകാന്തതയും, അവിടെ ആരുമില്ല. ഒരു കാപ്പിയൊക്കെ ഇട്ട് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല പല സൗണ്ടുകളൊക്കെ കേൾക്കുന്നുണ്ട്. അവന്റെ കൂട്ടുകാരനാണെന്നുണ്ടെങ്കിൽ ഇവൻ ഇടയ്ക്കിടയ്ക്ക് പേടിപ്പെടുത്താനായിട്ട് അങ്ങോട്ടേക്ക് വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകും. ആർട്ട് അങ്ങനെ അവിടുത്തെ മോർച്ചറിയിൽ കിടക്കുന്ന ശവശരീരങ്ങളുടെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കുന്നുണ്ട്. അത് ശരി, ഇത്രയേ ഉള്ളൂ, ഇവർക്കൊന്നും ജീവൻ പോലും ഇല്ല, ഞാൻ എന്തിനാ വെറുതെ പേടിക്കുന്നേ എന്ന് പറഞ്ഞു തീർന്നില്ല. അതേ ഒരു സ്ട്രക്ചറിൽ കിടക്കുന്ന ശവശരീരം എഴുന്നേറ്റിരിക്കുന്നു. ഇവനാകെ പേടിച്ച് പണ്ടാറടങ്ങിപ്പോയി. പക്ഷേ ഇതിവന്റെ കൂട്ടുകാരനായിരുന്നു. ഇവനെ പേടിപ്പിക്കാനായിട്ട് അവൻ ചുമ്മാ കാണിച്ചാണ്. നിന്റെ തമാശത്തിരി കൂടുന്നുണ്ട്, ഞാൻ ചത്തുപോയനെ പന്നി. അതൊക്കെ കഴിഞ്ഞ് അവന്റെ കൂട്ടുകാരനാണെന്നുണ്ടെങ്കിൽ ഏതോ ഒരു പെണ്ണിനെ വിളിച്ച് സൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഇവൻ ഒറ്റയ്ക്കായിട്ടുണ്ട്. ആര്? നമ്മുടെ ആർട്ട്. അപ്പോഴാണ് ഈ ഒരു മോർച്ചറിയിലേക്ക് മോയി അടങ്ങുന്ന ആ ഒരു പാരാമെഡിക് സംഘം പുതിയൊരു ഡെഡ് ബോഡിയുമായിട്ട് വരുന്നത്. ഇത് കണ്ടതും നമ്മുടെ ആർട്ട് മനസ്സിൽ പറയുന്നുണ്ട്, പണ്ടാറടങ്ങാനായിട്ട് ഇവിടെ ഓൾറെഡി കുറേ ഉണ്ടല്ലോ, പിന്നെ എന്തിനും ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരുന്നത്. അങ്ങനെ എഴുത്തും കുത്തും മറ്റുള്ള ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ട് ആർട്ട് ആ ഒരു മൃതശരീരം ഇവിടേക്ക്, അതായത് ഈ ഒരു സ്ഥാപനത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു മോർച്ചറിയിലേക്ക് സ്വീകരിച്ചു. ഇനി പരിശോധന തുടങ്ങണം. എങ്ങനെയാണ് ഇവർ മരിച്ചത്? അതായത് പോസ്റ്റ്മോർട്ടം കാര്യങ്ങളും അങ്ങനെ കാര്യമായിട്ട് ചെയ്യേണ്ടതൊന്നുമില്ല. എന്നാലും ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവന് രേഖപ്പെടുത്തി വെക്കേണ്ടതായിട്ടുണ്ട്. അത്രയും നേരം അവിടെ ചുറ്റിപ്പറ്റിയെന്ന കൂട്ടുകാരനെ വിളിച്ചിട്ടും കിട്ടുന്നില്ല. ഇവനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി വെക്കുകയും വേണം. എന്താ ചെയ്യുക, ഒരു പിടുത്തം കിട്ടുന്നില്ല. ഫോണിൽ കുറേ തവണ ട്രൈ ചെയ്തു. അങ്ങനെ ഇവ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മോർച്ചറിയിൽ പോയി നോക്കും, എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നൊക്കെ. കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ ഡെഡ് ബോഡീസും കാര്യങ്ങൾ വീണ് കിടക്കുന്നില്ല. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് അവൻ വീണ്ടും തിരിച്ചു വരും. വീണ്ടും ഫോൺ ചെയ്ത് നോക്കും. എന്നിട്ട് വീണ്ടും അങ്ങോട്ട് തന്നെ പോയി നോക്കും. അപ്പോൾ ഇതേണ്ടടാ, ഒരു മൃതശരീരത്തിൻ്റെ ആ തുണിയൊക്കെ ഇങ്ങനെ മാറി കിടക്കുന്നുണ്ട്. ഇവനാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് അത് തുണി മൂടി കെട്ടിയിട്ട് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി ഒരു വിധത്തിൽ വരും. ഇവനാണെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല പേടിച്ചിട്ട്. എന്തായാലും ഡീറ്റെയിൽസും മറ്റൊക്കെ ഞാൻ നോക്കി എഴുതി വെച്ചിട്ടില്ലെങ്കിൽ നാളെ സാർമാരൊക്കെ വരുമ്പോൾ നല്ല രീതിയിലുള്ള വഴക്ക് കേൾക്കും. അങ്ങനെ ധൈര്യം സംഭരിച്ചിട്ട് വീണ്ടും ആ ഒരു മോർച്ചറിയുടെ ഉള്ളിലേക്ക് അവൻ കയറി ചെല്ലുകയാണ്. പക്ഷേ ഇത്തവണ അവിടെ കിടന്നിരുന്നൊരു ഡെഡ് ബോഡി ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നേരെ എഴുന്നേറ്റ് വന്നിട്ട് അവൻ്റെ നേരെ നോക്കുകയാണ്. ആദ്യം അതൊക്കെ തോന്നിയതാന്ന് വിചാരിച്ചിട്ട് അവൻ പിന്നീട് അങ്ങോട്ട് നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ല. പക്ഷേ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും അവിടെ കിടന്നിരുന്ന എല്ലാ ഡെഡ് ബോഡീസും എഴുന്നേറ്റ് അവനെ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കുക. പാവം നമ്മുടെ ആർട്ടിന്റെ കഥ ഇനി എന്താവോ എന്തോ.
പിന്നീട് നമ്മൾ കാണുന്നത് മോയി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് അവൾ താമസിക്കുന്ന അവളുടെ റൂംമേറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ റൂംമേറ്റ് പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആരോടോ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവനെ കാണാനായിട്ട് ഇന്ന് രാത്രി തന്നെ ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് മോയിയോട് യാത്ര പറഞ്ഞ് ആ പെൺകുട്ടി അവിടെ നിന്ന് പോകുന്നു. മോയി വേണ്ടാന്നൊക്കെ പറഞ്ഞു, പകൽ പോയാൽ പോരെ, എന്തിനാ ഇപ്പോൾ പോകണേന്നൊക്കെ ചോദിച്ചപ്പോഴും അവൾ വലിയ മൈൻഡൊന്നും കൊടുക്കാതെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. നമ്മുടെ മോയി ആണെന്നുണ്ടെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നല്ലേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ആ ഒരു ക്ഷീണത്തിൽ അവൾ അപ്പം തന്നെ കയറി കിടന്നു. അങ്ങനെ മോയിയുടെ റൂംമേറ്റ് പെൺകുട്ടി അവിടെ നിന്ന് പോയതിന് ശേഷം അവൾ കിടന്നുറങ്ങുമ്പോൾ ആരോ ഒരു ഡോർ തുറന്നിട്ട് വരുന്നത് പോലെയൊക്കെ നമ്മുടെ മോയിക്ക് തോന്നുന്നുണ്ട്. മോയിയുടെ റൂംമേറ്റിനെ അന്വേഷിച്ച് വന്നൊരു പയ്യനായിരുന്നു അത്. അവൾ ഇവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോഴും ആ ഒരു പയ്യന് വിശ്വാസം വന്നില്ല. അവൻ അങ്ങനെ അകത്തേക്ക് കയറിയിട്ട് നമ്മുടെ മോയിയെ ഭീഷണിപ്പെടുത്തുന്നു. ഇതേ സമയം ആ പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ മറ്റൊരുത്തന്റെ കാറിൽ കയറി പോകുന്നുണ്ട്. ഇതേ സമയം തന്നെ ഈ പയ്യൻ ആ പെൺകുട്ടിയെ വിളിച്ചു നോക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ ബിസിയാണ്, ഞാൻ ഒരു പാർട്ടിയിലാണെന്നൊക്കെ പറഞ്ഞ് ഫോൺ വെക്കുന്നു. അവൾ ഇവനെ ചതിക്കുകയാണെന്ന് ഈ ചെക്കന് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ മോയുടെ റൂമിൽ നിന്ന് ആ പയ്യൻ ഇറങ്ങിപ്പോയി. നമ്മൾ കാര്യങ്ങൾ വിചാരിച്ച പോലെ ഒന്നുമല്ല, ഈ രണ്ടാളുകളും സൈക്കോകളാണ്. ഈ ഒരു പെൺകുട്ടിയെ ഇപ്പോൾ ഒരു കൊടും കാട്ടിലേക്ക് ഇവന്മാർ എത്തിച്ചിട്ടുണ്ട്. ഈ ഒരു ചാറ്റ് ചെയ്തത് ഇവന്മാർ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു. നമ്മുടെ സിനിമയുടെ തുടക്കത്തിൽ ആ രണ്ട് ഗുണ്ടകളുടെ കാറിന്റെ ഡോറിൽ വന്നിട്ട് ഇങ്ങനെ മുട്ടി ഒരുത്തിട്ടുണ്ടായിരുന്നില്ലേ, അവനാണ് ദേ ലിവൻ. ശരിക്കും പറഞ്ഞാൽ ഇവന്മാർക്ക് പുറം ലോകം അറിയാത്ത ഒരു കമ്മ്യൂണിറ്റി തന്നെയുണ്ട്. അതായത് ഇങ്ങനെയുള്ള ഓരോ പെൺകുട്ടികളെയും പിടിച്ചുകൊണ്ട് പോയിട്ട് അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തുക, എന്നിട്ട് അതൊക്കെ ഷൂട്ട് ചെയ്യുക, എന്നിട്ട് ഇവരുടെ തന്നെ പലതരത്തിലുള്ള സൈറ്റുകളിൽ അത് അപ്ലോഡ് ചെയ്ത് കണ്ട് രസിക്കുക. മറുവശത്ത് മോയ് കിടന്നുറങ്ങും വീണ്ടും ഒരു ശബ്ദം കേൾക്കുകയാണ്, ഒരു പ്രേതത്തിന്റെ. ആ ഒരു ഡോറ് തുറന്ന് തനിയെ ആ ഒരു പ്രേതം ഇപ്പൊ എഴഞ്ഞഴിഞ്ഞ് അവൾക്ക് നേരെ വരുന്നുണ്ട്. ഇവളാണെന്നുണ്ടെങ്കിൽ ആകെ പേടിച്ച് വിറച്ച് നിൽക്കുക, എന്താ ചെയ്യേണ്ടെന്നൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ഈ പ്രേതമാണെന്നുണ്ടെങ്കിൽ അവൾക്ക് നേരെ ഇങ്ങനെ എഴഞ്ഞഴിഞ്ഞ് ചാടി വീഴുമ്പോഴത്തേക്കും അത് മാഞ്ഞു പോകും. അതുവരെ പോത്തുപോലെ കിടന്നുറങ്ങിയിരുന്ന മൊയ്ക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ ഉറക്കമേ കിട്ടുന്നില്ല. സമയം കറക്റ്റ് 1:30 ആയിട്ടുള്ളൂ. മറുവശത്ത് ആ സൈക്കോകളാണെന്നുണ്ടെങ്കിൽ റൂംമേറ്റ് പെൺകുട്ടിയെ കൊലപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നു. അതിലൊരു സൈക്കോ ആണെന്നുണ്ടെങ്കിൽ ചുറ്റിക എടുത്തിട്ട് ഇവളെ പെട്ടെന്ന് തീർത്ത് കളയാനായിട്ട് നോക്കുമ്പോൾ, പാടില്ല പാടില്ല, അവൾ നരകിച്ച് തന്നെ ചാവണം, പതുക്കെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലും ആ ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നു. അതിനെല്ലാം ശേഷം ഇവന്മാർ അതൊക്കെ വീഡിയോയിൽ പകർത്തി വെച്ചിട്ടുണ്ട്. ഞാൻ ഉടനെ തന്നെ ഇത് പബ്ലിഷ് ചെയ്യും, നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവർക്കും നിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിന്നെയും ഗ്രൂപ്പിൽ ചേർക്കും എന്നൊക്കെ ആ ഒരു തലമൂത്ത സൈക്കോ പറയുന്നുണ്ട്. ശേഷം ഇവന്മാർ നേരെ പോകുന്നത്, അതും ഈ ഒരു ചെക്കൻ്റെ വാക്ക് കേട്ടിട്ട് നമ്മുടെ മോയിയുടെ കാര്യം അയാൾ അറിയുന്നുണ്ട്. അങ്ങനെ മൊയ്യിനെ ഇതുപോലെ തന്നെ തീർക്കാൻ വേണ്ടിയിട്ട് ഈ രണ്ട് സൈക്കോളും കൂടി ചേർന്നിട്ട് ഇപ്പം മൊയ് താമസിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് വരികയാണ്. ഇതേ സമയം മൊയ് ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ ദുസ്വപ്നങ്ങളൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ രണ്ട് സൈക്കോസും കൂടി ചേർന്നിട്ട് ഇപ്പം മൊയ് താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ തൊട്ടടുത്ത് തന്നെ കാറൊക്കെ പാർക്ക് ചെയ്ത് ഇപ്പം അങ്ങോട്ടേക്ക് നടന്ന് ആ ഒരു സ്റ്റെയർ കേസ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ എന്തോ ഒരു സൗണ്ട് സ്റ്റെയർ കേസിന്റെ താഴെ നിന്ന് അവർ കേൾക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ മൊയ് ആണെന്നുണ്ടെങ്കിൽ വീണ്ടും നല്ല ഉറക്കത്തിലേക്ക് ആണ്ടുപോയിട്ടുണ്ട്. ഈ സൈക്കോകളാണെന്നുണ്ടെങ്കിൽ താഴെ നിന്നും, അതായത് സ്റ്റെയർ കേസിന്റെ താഴെ നിന്നും ഒരു കൊടൂര പ്രേതം വരുന്നത് കണ്ട് പേടിച്ചിരണ്ട് നിൽക്കുന്നത് കാണിക്കുന്നു. പിന്നീട് എന്തോ ശബ്ദം കേട്ടിട്ട് മൊയ് പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ അവളുടെ സ്റ്റെയർ കേസിന്റെ അവിടെയൊക്കെ ആയിട്ട് ഒരുപാട് രക്തം ഇങ്ങനെ തളം കെട്ടിക്കിടക്കുന്നുണ്ട്. എന്താ സംഭവം എന്ന് നമ്മുടെ മൊയ്ക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഇതേ സമയം രണ്ട് സൈക്കോസും ജീവനം കൊണ്ട് ഓടിയിട്ട് കാറിൽ കയറി പോകുന്നു. പക്ഷേ പോകുന്ന വഴിക്ക് മറ്റൊരു പെൺകുട്ടി ഇവരുടെ കാറിന് കൈ കാണിക്കുകയാണ്. എൻ്റെ വീട്ടിലേക്ക് ഇറക്കുമെന്ന് ആ ഒരു പെൺകുട്ടി ചോദിക്കുന്നു. പിന്നെന്താ, സൈക്കോകൾക്ക് സന്തോഷമായി, കാരണം ഇന്നേക്കുള്ള ഒരു ഇരയായിട്ടുണ്ടല്ലോ. അങ്ങനെ ഈ ഒരു പെൺകുട്ടിയെ അവർ കാറിൽ കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ ഒരു കൊടൂര പ്രേതമായിരുന്നു. പക്ഷേ ഈ പൊട്ടന്മാർക്ക് അതൊന്നും അറിയില്ല. അങ്ങനെ അവന്മാരുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. മൊയ് ആണെന്നുണ്ടെങ്കിൽ വീണ്ടും അവളുടെ ജോലിയുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇങ്ങനൊരു സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, പിന്നെ ഹൈപ്പും ചെയ്തേക്കുക. ഹോണ്ടഡ് യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്ന 2009 പുറത്തിറങ്ങിയിട്ടുള്ള ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത തായ് ഹൊറർ മൂവിയാണിത്. ഇതിന് 3 പാട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ പാട്ടാണ് ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെയും മൂന്നാമത്തെയും പാട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അതും കമൻ്റായിട്ട് രേഖപ്പെടുത്തിയേക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കാം. ടാറ്റ, ബൈ ബൈ.